എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ളൊരു ഹലുവയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ളൊരു ഹലുവയാണ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് 200 ഗ്രാം ശർക്കരയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഇട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കാം നമുക്ക്. ഇനി നമുക്ക് വേണ്ടിയത് നുറുക്ക് ഗോതമ്പാണ്. ഒരല്പം വലിയ നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവ് 1 ഗ്ലാസ് ആണ്. ഇതേ സെയിം ഗ്ലാസ്സിൽ തന്നെ നമുക്ക് 1/2 ഗ്ലാസ് തേങ്ങ എടുക്കാം. ഇത് തേങ്ങ പാലാക്കാനുള്ള തേങ്ങയാണ്. ഇനി നമുക്ക് നേരത്തെ എടുത്ത ശർക്കരപ്പാനി, അത് 1 ഗ്ലാസ് ശർക്കരപ്പാനിക്ക് പകരം നമുക്ക് കരിപ്പട്ടി ഉപയോഗിക്കാം. കരിപ്പട്ടി അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുക്കാം. ഇനി 4 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബദാമാണ്. 2 മണിക്കൂർ കുതിർത്ത് വെച്ച ബദാം തൊലി കളഞ്ഞ് നേരിയതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് നേരിയതായിട്ട് അരിഞ്ഞ കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇനി നുറുക്ക് ഗോതമ്പ് നമുക്ക് 3 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മളെല്ലാം കൂടെ 1 ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അരച്ചതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടി ഇട്ടിട്ട് വേണം നമ്മൾ അരിക്കാൻ. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളമായി. ഇതൊരു 3 തവണ അരിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് കിട്ടും. 3 തവണയൊന്ന് അരിച്ചെടുത്തോളൂ. മൂന്ന് തവണ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ജ്യൂസ് പോലെ കിട്ടും. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിടുക. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയൊന്ന് തേങ്ങാപ്പാലാക്കി എടുക്കണം. 1 ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് തേങ്ങാപ്പാലാക്കി എടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിം ഇട്ട് നല്ലോണം കുറുക്കി എടുത്തോളൂ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല രീതിയിലൊന്ന് കുറുകി വരും. ഇതേപോലെ ഒന്ന് കുറുകി വരും. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അതും ആഡ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെള്ളം കൂടിയില്ലേ, അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടോളൂ. അപ്പോൾ നല്ലോണം ഒന്ന് കുറുകി വരും. കുറുകി വരുമ്പോഴാണ് നമ്മൾ ഈ 4 ടീസ്പൂൺ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർക്കേണ്ടത്. ഇനി 1 ഗ്ലാസ് ശർക്കരപ്പാനി. ശർക്കരയ്ക്ക് പകരം നമുക്ക് കരിപ്പട്ടി ഉപയോഗിക്കാം. കരിപ്പട്ടിയും ശർക്കരയും നിങ്ങളുടെ അവൈലബിൾ അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപയോഗിക്കാം. ഇനി നട്ട്സ് അതും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക. ഒരു 10-25 മിനിറ്റ് ആകുമ്പോൾ നല്ല രീതിയിൽ കുറുകി വരും. കുറുകി വരുന്തോറും നിങ്ങൾ കുറച്ച് നെയ്യായിട്ട് മൊത്തം ആ 4 ടീസ്പൂൺ നെയ്യും ഉപയോഗിക്കുക. പാനിൽ നിന്നും വിട്ട് വരുന്നതാണ് കറക്റ്റ് ടെക്സ്ചറായെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹലുവയുടെ ടെക്സ്ചറായെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പാനിൽ നിന്നും ഹലുവ വിട്ട് വരും. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്ത് ഒരല്പം നെയ്യ് പുരട്ടി വെക്കാം. ചൂടോടുകൂടി തന്നെ ഈ ഹലുവ ഈ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് 1 സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ഒന്ന് ലെവലാക്കി എടുക്കുക. 2 മണിക്കൂർ കഴിഞ്ഞേ ഇനി എടുക്കാവുള്ളൂ. നോക്കിക്കോളൂ, ഞാൻ അധികം നെയ്യൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്ക് അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹലുവയാണിത്. വളരെ സോഫ്റ്റുമാണ്. നോക്കിക്കോളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.